ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് AppBar വിഡ്ജറ്റിനെ കുറിച്ചാണ്. AppBar വിഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ മുകളിൽ കാണുന്ന ഈ ഒരു ടെക്സ്റ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാറിനെയാണ് നമ്മൾ AppBar എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഒരുപാട് ഐക്കൺസ് കാണാൻ സാധിക്കും, അതുപോലെ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ നമ്മുടെ പേജ് ടൈറ്റിൽ ഉണ്ടായിരിക്കും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു AppBar എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നമ്മൾ മെറ്റീരിയൽ ആപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്കഫോൾഡിനുള്ളിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്കഫോൾഡ് വിഡ്ജറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ AppBar വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം വരുന്നത് സ്കഫോൾഡ് എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിൽ വരിക. സോ നമുക്ക് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് AppBar എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. AppBar എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ ഒരു വിഡ്ജറ്റ് അസൈൻ ചെയ്യുന്നത്. സോ നമുക്ക് തൽക്കാലം ഇവിടെ നമുക്ക് ഇതുപോലെ കമൻറ്റ് എഴുതാൻ സാധിക്കും. സോ നമ്മൾ AppBar AppBar രണ്ട് ഫോർവേഡ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ കമൻറ്റ് എഴുതാൻ സാധിക്കും. സോ കമൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമ്മുടെ കമ്പൈലർ നമ്മുടെ പ്രോഗ്രാം ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും എഴുതണമെങ്കിൽ ഇതുപോലെ നമുക്ക് നോട്ട് എഴുതാൻ സാധിക്കും. നമ്മൾ AppBar എന്ന് എഴുതി, അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടി AppBar എന്ന് പറയുന്ന പ്രോപ്പർട്ടി, സോ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് AppBar എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റാണ്. AppBar. സോ നമ്മൾ സ്മോൾ ലെറ്റർ AppBar പ്രോപ്പർട്ടി, അതിൽ നമ്മൾ കൊടുക്കുന്ന വിഡ്ജറ്റ് AppBar. സോ അതിനുശേഷം ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. നമ്മൾ സാധാരണ ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്ന പോലെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. സോ നമ്മൾ താഴെ വരിക, ശേഷം നമ്മൾ കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സോ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു AppBar ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള AppBar ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ബ്ലൂ കളർ ആയിരിക്കും ഡീഫാൾട്ട് ആയിട്ടുണ്ടായിരിക്കുക. സോ നമ്മൾ ഈ AppBarനുള്ളിൽ വന്നതിന് ശേഷം, സോ നമ്മൾ താഴെ വന്നതിന് ശേഷം കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ടൈറ്റിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ടൈറ്റിൽ. സോ ടൈറ്റിൽ അത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് അവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ ടൈറ്റിൽ പ്രോപ്പർട്ടിയിൽ കൊടുക്കുന്നത് ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റാണ്. സോ ഇതിനുള്ളിൽ ഡാറ്റ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എന്താണോ അവിടെ നമുക്ക് ഷോ ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കുക. സോ ഞാനിവിടെ ലേൺ ഫ്ലട്ടർ എന്ന് കൊടുക്കുന്നു. ലേൺ ഫ്ലട്ടർ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ലേൺ ഫ്ലട്ടർ എന്ന് ലഭിക്കുന്നു. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൻറ്റർ ടൈറ്റിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ ഇതിൻ്റെ ബാറിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നതിന്, സോ ഡീഫാൾട്ടായിട്ട് ഇത് ഫാൾസ് ആയിരിക്കും. സോ നമ്മളിത് ട്രൂ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ ടൈറ്റിൽ ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റ് നമുക്ക് നമ്മുടെ AppBarൻ്റെ സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് വരുന്നതായിരിക്കും. സോ ഇതായിരുന്നു ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട്. സോ നമുക്കിവിടെ കമൻറ്റ് കൊടുക്കാം ടെക്സ്റ്റ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് BG കളർ എന്ന് ഇവിടെ കമൻറ്റ് കൊടുക്കാം. BG കളർ. സോ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കളർ എന്ന് പറയുന്ന ക്ലാസ്, കളേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്. കളേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളറുകൾ കാണാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ റെഡ് എന്ന് സെലക്ട് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് AppBarന് നമുക്ക് റെഡ് കളർ ലഭിക്കുന്നു. സോ അതുപോലെ നമുക്ക് റെഡിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിൻ്റെ ഓരോ ഷെയ്ഡ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലൈറ്റ് ആയിട്ടുള്ള റെഡ്. അതുപോലെ നമ്മളൊരു 9000 കൊടുത്തു കഴിഞ്ഞാൽ 900 കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ്. ഇതുപോലെ റെഡിൻ്റെ ഓരോ ഷെയ്ഡും നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ 500 ആണെങ്കിൽ 50 ആണ് കൊടുത്തത്. 50 ആണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള റെഡ് ആയിരിക്കും. സോ 500 ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നോർമൽ റെഡ് ആയിരിക്കും ലഭിക്കുന്നത്. സോ നമുക്ക് ഏത് വേണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം ഇതുപോലെ നോർമൽ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള കളർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ റെഡ് അല്ലെങ്കിൽ നമുക്ക് മറ്റു കളേഴ്സ് വേണമെങ്കിൽ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. എനിക്കവിടെ ഗ്രീൻ കളർ ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലീഡിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ലീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഭാഗത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്തെങ്കിലും ഐക്കണും കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ലീഡിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ്.
സോ നമ്മൾ താഴെ വരിക ലീഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഐക്കൺ ആണ്. സോ നമ്മളിവിടെ ഐക്കൺ എന്ന് കാണാൻ സാധിക്കും, ഐക്കൺ വിഡ്ജറ്റ്. സോ ഐക്കണിനുള്ളിൽ നമ്മൾ ഐക്കൺ ക്ലാസ് സെലക്ട് ചെയ്യുക, ഐക്കൺസ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐക്കണും ഇവിടെ കാണാൻ സാധിക്കും. എ ബി സി ഔട്ട്ലൈൻഡ് ഇതുപോലെയുള്ള എല്ലാ ഐക്കണും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ ഹോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹോം ഐക്കൺ നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം ഐക്കൺ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഐക്കണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മെറ്റീരിയൽ ആപ്പ് വഴിയാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺസ് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ പേഴ്സൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേഴ്സൺ ഓക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസറിൻ്റെ ഒരു ഐക്കൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ പേഴ്സണിൻ്റെ മറ്റു വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പേഴ്സൺ ആഡ് ആൾട്ട് അതുപോലെ പേഴ്സൺ ആഡ് റൗണ്ടഡ് സേവ് ചെയ്യാം. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു പ്ലസ് ബട്ടണുള്ള ഒരു പേഴ്സൻ്റെ ലോഗോ ലഭിക്കുന്നതായിരിക്കും. പേഴ്സൺ ആഡ് ഔട്ട്ലൈൻഡ് ഓക്കെ പേഴ്സൺ ആഡ് ഔട്ട്ലൈൻഡ് എന്ന് പറയുന്ന മറ്റൊരു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ള ഐക്കൺ ആയിരിക്കും. സോ നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺ സെലക്ട് ചെയ്യാം. നമ്മൾ തൽക്കാലം ഇവിടെ നമുക്ക് ഹോം എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം. നമുക്ക് ഹോം ഫീൽഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഹോം ഫീൽഡ് ഇതുപോലെ ഉണ്ടായിരിക്കും. സോ നമ്മൾ ഹോം മാത്രമാണെങ്കിൽ ഈ ഒരു രീതിയിലുണ്ടായിരിക്കും. സോ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഒരു ഫിൽ എഫക്റ്റിൻ്റെ വ്യത്യാസമുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ എല്ലാ ഐക്കണും നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയതിനു ശേഷം മെറ്റീരിയൽ ഐക്കൺ എന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ ഗൂഗിളിൽ പോയതിനു ശേഷം മെറ്റീരിയൽ ഐക്കൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ developers.google.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരും എല്ലാ ഐക്കണും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ മെറ്റീരിയൽ ഐക്കൺ ലൈബ്രറി എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാ തരം ഐക്കൺസും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന പേഴ്സൺ നമ്മളിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സൺ ഈ ഒരു ഐക്കണാണ് നമ്മൾ കൊടുത്തത്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വെബിൽ ഉപയോഗിക്കാം, ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം, അതുപോലെ iOSൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ മെറ്റീരിയൽ ആപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഐക്കൺ എന്ന് പറയുന്ന ക്ലാസ്സിൽ അതെല്ലാം അവൈലബിൾ ആണ്. സോ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഉദാഹരണമായി നമ്മൾ ക്ലോസ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ വേണമെന്ന് കരുതുക. നമ്മൾ നമ്മുടെ ഐക്കൺസ് ഡോട്ട് ക്ലോസ് എന്ന് കൊടുക്കുന്നു, ക്ലോസ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ നമുക്കിവിടെ ലഭ്യമായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഐക്കൺ കൊടുക്കുന്നത്. ഓക്കെ സോ നമ്മളിവിടെ വീണ്ടും ഹോം എന്ന് തന്നെ കൊടുക്കുന്നു. നമുക്കവിടെ ഹോം ഐക്കൺ ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കും, ഇത് നമ്മൾ ലീഡിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ആക്ഷൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ നമ്മളിവിടെ ആക്ഷൻസ് എന്ന് കൊടുക്കാം. ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഐക്കൺസ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ സോ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ആക്ഷൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. സോ ലിസ്റ്റ് വിഡ്ജറ്റ്. ഓക്കെ ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ പഠിച്ച അറേ എന്ന കൺസെപ്റ്റാണ് ലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റിനുള്ളിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. സോ ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒരു ഐക്കണാണ്. ഓക്കെ സോ നമ്മളൊരു ഐക്കൺ വിഡ്ജറ്റ് അതിനുള്ളിൽ ഐക്കൺസ് ക്ലാസ്സിൽ ഐക്കൺസ് ഡോട്ട് സെർച്ച് എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സെർച്ച് ഐക്കൺ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് ഈ സെർച്ചിൽ ഇപ്പോൾ ക്ലിക്കബിൾ അല്ല, അതുപോലെ ഈ ഹോമിലും ക്ലിക്കബിൾ അല്ല, കാരണം നമ്മളിവിടെ ഐക്കണാണ് കൊടുത്തത്. സോ നമ്മൾ ക്ലിക്കബിൾ ആയിട്ടുള്ള ഐക്കൺ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ വിഡ്ജറ്റ് നെയിം ഐക്കൺ ബട്ടൺ എന്നാക്കേണ്ടതുണ്ട്. സോ നമുക്ക് അത് കൊടുക്കാം. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഐക്കൺ ബട്ടൺ. സോ ഐക്കൺ ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓൺ പ്രസ്ഡ്, അതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? സോ നമ്മൾ ഒരു അനോണിമസ് ഫംഗ്ഷൻ കോൾ ചെയ്യും, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനുമായി അതിനെ ബന്ധിപ്പിക്കും. സോ അത് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല, നമ്മളത് പഠിക്കുന്നതായിരിക്കും. നമ്മൾ തൽക്കാലം ഇവിടെ നൾ എന്ന് കൊടുക്കാം. അതുപോലെ ഐക്കണിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഐക്കൺ വിഡ്ജറ്റ് കൊടുക്കാം. ഐക്കൺസ് ഡോട്ട് നമുക്ക് സെർച്ച് എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സെർച്ച് ഐക്കൺ കാണാൻ സാധിക്കും, പക്ഷേ നമുക്കത് ഒരു ഡിസേബിൾ ആയിട്ടാണ് കാണുന്നത്. അതിന് കാരണം നമ്മളിവിടെ നൾ എന്ന് കൊടുത്തത് കൊണ്ടാണ്. സോ നള്ളിന് പകരമായി നമുക്കൊരു
ഫംഗ്ഷൻ കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കുക. നമ്മൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റും ഓപ്പൺ ചെയ്യുക. സോ ഇതിനെയാണ് നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. ഓക്കെ, ഇതിന് ഈ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. സോ നമ്മളിപ്പോൾ അതിവിടെ കാണിക്കുന്നില്ല, നമ്മൾ പഠിക്കുന്നതാണ്. സോ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന് പ്രത്യേകം പേരുണ്ടായിരിക്കില്ല. സോ നമ്മൾ ഇവിടെയും ഒരു പേരില്ല അതിന്. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള കോഡ് റൺ ആവുന്നതായിരിക്കും. സോ നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു സെർച്ച് ഐക്കൺ കാണാൻ സാധിക്കും. ഇനി ഞാനിവിടെ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇത് ക്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ഇത് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് മറ്റു ഫംഗ്ഷനുമായി ബന്ധിപ്പിച്ച് ഏതെങ്കിലും കോഡ് റൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ അതുപോലെ നമുക്ക് മറ്റൊരു ഐക്കണും കൂടി കൊടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ഇത്രയും ഭാഗം നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇത് ലിസ്റ്റാണ്. നമുക്ക് ലിസ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഐക്കൺസ് വിഡ്ജറ്റ് കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ അടുത്ത ഐക്കൺ കൊടുക്കുന്നു. ഓക്കെ, സോ അടുത്ത ഐക്കൺ നമ്മൾ ഐക്കൺ ഡോട്ട് മോർ എന്ന് കൊടുക്കാം. മോർ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ മോർ എന്ന് പറയുന്ന ഐക്കൺ ഈ ഒരു ഐക്കണാണ്. സോ നമുക്ക് വേണ്ടത് മോറിൻ്റെ മറ്റൊരു വേരിയൻ്റായ മോർ ഹൊറിസോണ്ടൽ ഉണ്ട്. ഹൊറിസോണ്ടൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സേവ് ചെയ്യാം. മോർ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, സോ നമുക്ക് വേണ്ടത് വെർട്ടിക്കലാണ്. സോ VERT വെർട്ടിക്കൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻ നമുക്ക് താഴോട്ട് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ നമ്മളിവിടെ സെർച്ച് ഐക്കണും നമ്മളിതുപോലെ കൊടുത്തു കഴിഞ്ഞു. സോ ആക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ എന്തൊക്കെ ഐക്കൺസും മറ്റു കാര്യങ്ങളും കൊടുക്കാമെന്നാണ്. സോ നമ്മൾ ലീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാമെന്നാണ്. സോ ലീഡിങ്ങിലും നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ജസ്റ്റ് ഐക്കണാണ്. അത് അവിടെയും നമുക്ക് ഐക്കൺ ബട്ടൺ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ക്ലിക്കബിൾ ഐക്കൺ ബട്ടൺ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് ക്ലിക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഐക്കൺസ് ആണ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ആപ്പ് ബാറിനുള്ളിലെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഷേപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഷേപ്പ്. ഓക്കെ, ഷേപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ആപ്പ് ബാറിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് താഴെ ഈ ഭാഗത്ത് റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് വേണ്ടത്. സോ നമ്മളിവിടെ ഷേപ്സ് റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്ന് കാണാം. റൗണ്ടഡ് റെക്റ്റാങ്കിൾ ബോർഡർ. ഓക്കെ, റൗണ്ടഡ് റെക്റ്റാങ്കിൾ ബോർഡർ എന്ന് പറയുന്ന ഈ വിഡ്ജറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് ബോർഡർ റേഡിയസ്. ഓക്കെ, നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. ബോർഡർ റേഡിയസിനുള്ളിൽ നമ്മൾ മറ്റൊരു വിഡ്ജറ്റ് ബോർഡർ റേഡിയസ് ഡോട്ട് വെർട്ടിക്കൽ. ഓക്കെ, ബോർഡർ റേഡിയസ് ഡോട്ട് വെർട്ടിക്കൽ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഇതിനുള്ളിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ബോട്ടം അതുപോലെ ടോപ്പ്. സോ നമ്മളിവിടെ മുകളിലെ ആപ്പ് ബാർ ആണ്. സോ നമുക്കതുകൊണ്ട് താഴെയാണ് നമുക്ക് റൗണ്ട് ആയിട്ട് വേണ്ടത്. സോ നമ്മളിവിടെ ബോട്ടം സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ റേഡിയസ് ഡോട്ട് സർക്കുലർ. ഇതിനുള്ളിൽ നമ്മൾ റേഡിയസ് കൊടുക്കാം. നമ്മൾ തൽക്കാലം ഇവിടെ 10 എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് ചെറുതായിട്ടൊരു കർവ് ലഭിച്ചിട്ടുണ്ട്. സോ നമുക്കത് 10 എന്നുള്ളത് ഒരു 30 കൊടുത്ത് നോക്കാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിച്ചു. സോ ഈ ഒരു രീതിയിൽ നമുക്കതിൻ്റെ ഷേപ്പ്, നമ്മുടെ ആപ്പ് ബാറിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മൾ ഇവിടെ ഷേപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ പഠിച്ചത്. സോ നമ്മളിവിടെ ഷേപ്പ് എന്ന് കൊടുക്കാം. ഷേപ്പ് കമൻറ്റ് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലിവേഷൻ ആണ്. സോ എലിവേഷൻ ആക്ച്വലി നമ്മുടെ ഈ ഒരു ആപ്പ് ബാർ മറ്റു വിഡ്ജറ്റുകളിൽ നിന്നും എത്ര ഉയർന്നു നിൽക്കണം. സോ നമുക്കത് ബേസിക്കലി കാണാൻ സാധിക്കുക നമുക്കതിൻ്റെ ഒരു ഷെയ്ഡ് എഫക്റ്റ് ആയിരിക്കും. ഒരു ഡ്രോപ്പ് ഷാഡോ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ബേസിക്കലി ഇത് കൺട്രോൾ ചെയ്യുന്നത് Z ആക്സിസ് ആണ്. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ എലിവേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ എലിവേഷനിൽ നമ്മൾ മൗസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ടൈപ്പ് ഡബിൾ. ഈ ഒരു പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്ന ഒരു ഡബിൾ വാല്യൂ ആയിരിക്കും. ഡബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയിൻ്റ് ഉള്ള ഒരു നമ്പറാണ്. സോ നമ്മൾ ഉദാഹരണമായി നമ്മളിവിടെ 10 കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം കുറച്ചൊരു ചെറിയൊരു ഷാഡോ നമുക്ക് താഴെ കാണാൻ സാധിക്കും. നമുക്കിതുപോലെ 10.5ഉം ഇതുപോലെ പോയിൻ്റുള്ള നമ്പേഴ്സും ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിനി ഇവിടെ 30 കൊടുത്ത് നോക്കാം. 30 കൊടുത്ത് സേവ് ചെയ്യാം. കുറച്ചുകൂടി വലിയൊരു ഷാഡോ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഷാഡോ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു മീഡിയം എന്ന് പറയുന്നത് ഒരു 20 കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഷാഡോ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് എലിവേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അൾട്ടിമേറ്റ്ലി നമുക്ക്
ലഭിക്കുന്നത് ഒരു ഷാഡോ എഫക്റ്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് ആപ്പ് ബാറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് നമ്മൾ ടെക്സ്റ്റ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ, ലീഡിംഗ്, അതുപോലെ ആക്ഷൻസ്, ഷേപ്പ്, എലിവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.